എല്ലാവർക്കും അച്ചൂസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഇതേ വലിപ്പത്തിൽ മുറിച്ചതാണ്. ഇനി ഇതിലേക്ക് ഒരു 8 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാല്. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് വെളുത്തുള്ളി, ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഉള്ളി ചെറുതായിട്ട് വഴണ്ടിട്ടുണ്ട്. ഞാനിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് ക്രഷ്ഡ് ചില്ലി 1/2 ടേബിൾ സ്പൂൺ എടുത്തത് അതുകൂടെ ചേർത്ത് കൊടുക്കും. ഇത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണം. ഈ സവാള ഉപയോഗിച്ചാൽ ടേസ്റ്റ് വരത്തില്ല അത്രയ്ക്ക്. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഈ പൊട്ടറ്റോ ഇതിൽ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ഈ എണ്ണയിൽ ഒരു 5 മിനിറ്റ് വഴറ്റണം. ഇനി ഇതിലേക്ക് ഉപ്പ് കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിത് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിയാറായി. അപ്പം ഞാനിത് തുറന്നു നോക്കട്ടെ. ഇപ്പോൾ എല്ലാ മസാലയും അതിൽ പിടിച്ചിട്ടുണ്ട്. ഈ ടൈമിന് ഈ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. ഉരുളക്കിഴങ്ങ് വേഗം വേണം. ഈ തേങ്ങാപ്പാൽ എല്ലാം വറ്റി ആ ഉരുളക്കിഴങ്ങിന്റെ പീസസിൽ പിടിക്കുക. അതാണ് ഇതിന്റെ പാകം. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലെല്ലാം വറ്റി ഇതിൽ പൊട്ടറ്റോയിലെല്ലാം പിടിച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.